ഹലോ അസ്സാം വലൈക്കും. എന്തെല്ലാം എല്ലാവർക്കും സുഖന്നല്ലേ? നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടേന് ഐക്കയിൽ ഷോപ്പിംഗ് ആക്കുന്നത്. അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാ ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കാണിക്കാമെന്ന്. അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ്. പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടി ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആദ്യം ഐക്കയെന്ന് വാങ്ങിച്ച ആ പ്രോഡക്റ്റ് എല്ലാം കാണാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചില്ല ഒരു വൈറ്റ് ട്രേ, അത് സ്പൂണ് കയ്യിൽ ഇതെല്ലാം വെക്കുന്ന കബോർഡിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ ഒരു സാധനമാണ് കേട്ടോ, ട്രേ ആണ്. അപ്പം നല്ല ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നല്ല ഉണ്ട്. ഇതിന് 15 ദിർഹം തന്നെ അതുണ്ട്. പിന്നെ ഇത് വേസ്റ്റ് ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇത് ഞാനില്ലേ എന്തിനാ വാങ്ങിച്ച് 3 എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചെടിയെല്ലാം ഇട്ട് വെക്കട്ടെ. വലിയ ചെടിയെല്ലാം വാങ്ങിച്ചിട്ട് അങ്ങനെ ബാൽക്കണിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിന് 4 ദിർഹമേ ഉള്ളൂ. അപ്പം അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ 3 വാങ്ങിച്ചതാണ്. പിന്നെ കിച്ചണിലും എൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റ് ബെഡക്കായിട്ടുണ്ട്. ബ്ലാക്ക് കിച്ചണിൽ വെക്കാം, മറ്റതില്ലേ ചെടിച്ചട്ടിയായിട്ട് വൈറ്റ് ചെടിച്ചട്ടിയായിട്ട് അങ്ങനെ യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. വലിയ ചെടിയെല്ലാം കിട്ടുമ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ ഒരു ഗ്രീന് കാണിച്ചില്ല, അത് സ്ട്രെയിനറാണ്. അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതിന് 9 ദിർഹമാണ് കേട്ടോ. അത് നല്ല ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു പിങ്ക് ഉണ്ട്, അപ്പോൾ ഞാനൊന്നും കൂടെ വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു ഓഫ് വൈറ്റ് 2 ഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ കളർ വാങ്ങിച്ച് പല കളറുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമായത് ഇതൊരു ഒറിജിനൽ പോലെ തോന്നി, അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പം ഇതേറ്റ് ചെറിയൊരു പണിയുണ്ട്, അത് ഞാൻ കാണിക്കട്ടെ, ഏതെങ്കിലും വ്ളോഗിലെല്ലാം കാണിക്കാം. പിന്നെ പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫാദർ വാങ്ങിച്ചാട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഞാൻ കാണുന്നത് ഇത് 6 പീസ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2 ദിർഹമാണ്. ഞാൻ ഇതുവരെ യൂസ് ആക്കുന്ന പ്ലേറ്റെല്ലാം ഐക്കയെന്ന് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. ഡെയിലി യൂസ് ആക്കുന്നത്. കാര്യം ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, എപ്പോഴും നമുക്ക് യൂസ് ആക്കാം. ചിലതെല്ലാം ഭയങ്കര വെയിറ്റ് ആവില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരിക എടുക്കുക എന്നല്ലാതെ എപ്പോഴും നമുക്കത് വാഷാക്കി ഇതാക്കി അങ്ങനെ ഡെയിലി യൂസിനൊന്നും കഴിയില്ല. പക്ഷേ ഈ ഒരു പ്ലേറ്റ് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ആക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു 6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു മാറ്റ്, 2 വാങ്ങിച്ചിട്ടുണ്ട്. 2 വാഷ്റൂം ഉണ്ടല്ലേ, വാഷ്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ ഇടാനും വേണ്ടിയിട്ടാണ്. ഇത് 5 ദിർഹമാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ട് ഇപ്പം 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ അടുത്തുള്ള പഴയ മാറ്റ് തന്നെയാണ് എൻ്റെ അടുത്തും ഞാൻ യൂസ് ആക്കിക്കൊണ്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ അത്യാവശ്യമുള്ള സാധനമെല്ലാം ഞാൻ ഡേറ്റോടെ നിന്നെല്ലാം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്വാളിറ്റി അധികം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മാറ്റെല്ലാം ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഐക്കയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വാങ്ങാമെന്ന്. കുറേ ആയി പ്ലാൻ ഇട്ടിട്ടാ ഇപ്പോഴാണ് പോയത്. അപ്പോൾ പോയപ്പോൾ ഞാൻ മാറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടതെല്ലാം ഈ ചെറിയ സാധനങ്ങൾ കേട്ടോ, അതായത് വാഷ്റൂം കഴുകുന്ന ബ്രഷ്, അതെല്ലാം കുറച്ച് പ്രൈസുകളും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ വാങ്ങിച്ചത്. പിന്നെ സ്പൂണ് കയ്യിൽ ഇതെല്ലാം ഇട്ട് വെക്കുന്ന ആ ഒരു ബാസ്ക്കറ്റിൽ ചെറുതായ സ്റ്റീലിൻ്റെ ഒട്ടൊട്ട വന്ന അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് 7 ദിർഹമാണ് കേട്ടോ. പിന്നെ ഞാനൊരു ഗ്ലാസിൻ്റെ ജാറ് കാണിച്ചില്ല, അതിന് 4 ദിർഹമാണ്. അത് മണി പ്ലാന്റ് എന്തെങ്കിലും ഉള്ളിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു ക്യാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സ്ട്രോബെറീൻ്റെ ആ ഒരു ഫ്രേഗ്രൻസി എന്നിട്ടാണ് വരുന്നത്. ഒരുപാട് സ്മെല്ലുള്ള എല്ലാം ഉണ്ട്, പക്ഷേ എനിക്കിഷ്ടമായത് ഇതാണ്. എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ ഈ സ്ട്രോബെറീൻ്റെ തന്നെ. മാത്രമല്ല അത് ഇങ്ങനെ റൂമെല്ലാം മാറുമ്പോൾ ഇടയെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഐക്കയെന്ന് വാങ്ങിച്ച തന്നെ ആയിരുന്നു കേട്ടോ, ഒരു 5 കൊല്ലം മുന്നേ. അത് ഞാൻ കുറേ ആയിട്ട് യൂസ് ആക്കിന്. പിന്നെ ഇപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെ വൈറ്റ് യെല്ലോ ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഷോപ്പിംഗ് വ്ളോഗിൽ. അപ്പോൾ അതിൻ്റെ 3 കളർ ഉണ്ടെങ്കിൽ ഗ്രീനാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇത് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. നല്ല ക്യൂട്ടില്ലേ കാണാനായിട്ട്, അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഫ്രൂട്ട്സ് ഇട്ട് വെക്കുന്നില്ല. ആ കാര്യം ഇപ്പം ഞാൻ ഫ്രിഡ്ജിലാട്ടോ ഫ്രൂട്ട്സ് എല്ലാം വെക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടെ ചൂടല്ലേ, അപ്പം പെട്ടെന്ന് തന്നെ കേട് വരുന്നുണ്ട്. പിന്നെ തണുപ്പ് കാലത്ത് ഞാൻ പുറത്താണ് വെക്കൽ, പെട്ട് വെക്കുക. ഇപ്പം ബ്രെഡും കാര്യങ്ങളും എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ 2 ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ഓറഞ്ച് ഒരു ബ്ലാക്കും. ഒന്ന് കിച്ചണിൻ്റെ സിങ്കെല്ലാം വാഷാക്കാൻ വേണ്ടിയിട്ട് ആ ബ്ലാക്ക്, മറ്റേ ഓറഞ്ചില്ലേ അത് നമ്മൾ വാഷ്റൂമിൻ്റെ ടൈൽസ് ഇതെല്ലാം ഈ
എത്താത്ത ബ്രഷ്, വലിയ ബ്രഷ് എത്താത്ത സ്ഥലത്തല്ലേ ചെറിയ ബ്രഷ് ഇട്ട് ഇങ്ങനെ ഒരത്തിയാൽ നല്ലോണം പോരുന്നുണ്ട് കേട്ടോ. ഇതിന് 2 ദിറമേ ഉള്ളൂ, പക്ഷെ നല്ല ഹാർഡായിട്ടുള്ള ബ്രഷാണ്. അതുകൊണ്ട് തന്നെ ഒരത്തിയാലെല്ലാം പെട്ടെന്ന് പോരും. 2 ദിറമായാലും നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഐക്കേന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് എല്ലാം വാങ്ങിക്കട്ടെ. ഈ ബ്രഷും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും. പിന്നെ അതാ ഒരു കേക്ക് ടിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലുള്ള കേക്ക് ടിൻ എൻ്റെ അടുത്തില്ലായിരുന്നു, അപ്പം അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു വൈറ്റ് ട്രേയിൽ ഞാനൊരു ചട്ടകം വെച്ചിട്ടില്ല, അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. 6 ദിർഹമാണ് വരുന്നത്. അടിപൊളി ക്വാളിറ്റിയാണ്. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിപ്പം കാണുന്നില്ല ആ ഒരു പ്രൊഡക്റ്റ് ഐക്കയിൽ നിന്നെല്ലാം. പക്ഷേ ഇപ്പം ഉണ്ട് കേട്ടോ, ഞാൻ പോയ ഒരു ടൈമിലുണ്ട്, നല്ല ഉണ്ട് കേട്ടോ. ലോങ് ലൈഫ് എന്ന് തന്നെ പറയാം. നമുക്ക് ചിക്കൻ ഇങ്ങനെ മസാല ആക്കാനും അതേപോലെ തന്നെ എന്താ പറയുക പത്തിരി ഇതെല്ലാം മറിച്ചിടാനും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അത് എന്തായാലും ഒന്ന് വാങ്ങിച്ചോളി, നാട്ടിലും ഒക്കെ ഉപകാരപ്പെടും. പിന്നെ അതാ സ്പൂണ് കയ്യിൽ ഇതെല്ലാം ഇട്ട് വെക്കുന്ന ചെറിയ ചെറിയ ബാസ്ക്കറ്റ് അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അതിന് 3 ദിർഹം അങ്ങനെ എന്തോ കേട്ടോ. പിന്നെ അതാ ഈ ഒരു ബൗള് ഗ്ലാസിൻ്റെ, ഇത് 7 ദിർഹത്തിന് ഇപ്പോൾ ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല വലുതുണ്ട് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഗസ്റ്റ് എല്ലാം വരുമ്പോഴല്ലേ നമ്മളെ ടേബിളെല്ലാം ചെറുതാണെന്നുണ്ടെങ്കിൽ ഈ വലിയ ട്രേയിലാണ് റൈസ് അതുപോലെ നൂഡിൽസ് പിന്നെ പാസ്ത ഇതെല്ലാം ഉണ്ടാക്കിയാൽ വലിയ ട്രേയിൽ എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതേപോലത്തെ വലിയ ബൗളെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൊള്ളും ചെയ്യും. പിന്നെ ടേബിളുമ്മേ നല്ല പ്ലേസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നൂഡിൽസ് ആയാലും റൈസ് ആയാലും ഒക്കെ എടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചാട്ടോ ആ ഒരു ബൗള്. പിന്നെ അതാ ഈ ഒരു കണ്ടെയ്നർ, ഇതും നല്ലുണ്ട്. ഇതിന് ഈ ഒരു കണ്ടെയ്നറിൻ്റെ പ്രൈസ് വരുന്നത് 9 ദിർഹമാണ്. ഇത് വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം വലുതല്ല നല്ല നല്ല ചെറുതും അല്ല കേട്ടോ, ഈ ഒരു സൈസിലുള്ളതാണ് വാങ്ങിച്ചത്. ഇത് ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്രൂട്ട്സ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാം. നമ്മൾ ആപ്പിളെല്ലാം വാങ്ങുമ്പോൾ കുറച്ച് തോനെ തന്നെ വാങ്ങലുണ്ട്, അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ തന്നെ ഒരു വലിയ സൈസ് ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അത് ഞാൻ ഡേ ടു ഡേന്ന് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അത്യാവശ്യമായിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഈ പയർ ഐറ്റംസ്, ഈ പൊടികൾ, ഇതെല്ലാം മസാലപ്പൊടികളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സിൽ ചെറിയ ബോട്ടിലിട്ട് കഴിഞ്ഞാലും കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് ഇതിലാക്കിയിട്ട് വെക്കലാന്നിട്ട് നല്ല സേഫായിട്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇതിപ്പം ഞാൻ അതിനും യൂസ് ആക്കട്ടെ നമുക്ക്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചെന്നുള്ളൂ. പിന്നെ ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട്, മണി പ്ലാന്റില്ലേ അത് വാങ്ങിച്ചിട്ടുണ്ട്. കുറേ പ്ലാന്റ് ഉണ്ട്, നല്ല നല്ല ക്യൂട്ടായിട്ടുള്ളതെല്ലാം ഉണ്ട്. പക്ഷേ നല്ല പൈസ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ട് പ്ലാന്റ്സിനെല്ലാം. അപ്പം ഞാൻ ഒന്ന് വാങ്ങിച്ച്, ഇതിന് തന്നെ ഉണ്ട് 15 ദിർഹം. അപ്പം അങ്ങനെ ഒന്ന് വാങ്ങിച്ചതാണ്. ഇനി വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ അതിൻ്റെതായ സ്ഥലത്തേക്ക് എല്ലാം ഒതുക്കി പെറുക്കി വെക്കാനുണ്ട്. അതൊരു വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പം സ്ഥലമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സ്ഥലമൊക്കെ ആക്കി എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതാ പ്ലാന്റ് 2 ദിവസമായി കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഞാൻ വീടെടുക്കാനും വേണ്ടിയിട്ട് അവിടെ അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ പാക്കറ്റൊന്നും പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ പ്ലാന്റ് അത് വെക്കാം, മണി പ്ലാന്റില്ലേ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ എൻ്റെ അടുത്തൊരു പിങ്ക് പോട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ മുന്നേ ഞാൻ പറഞ്ഞില്ല ഒരു 5 വർഷം മുന്നേ അന്ന് വാങ്ങിച്ചു തന്നിട്ടാ ഐക്കേന്ന്. അത് അന്ന് ഞാൻ പോട്ടാക്കിയിട്ടൊന്നും ഞാൻ യൂസ് ആക്കിയിട്ടില്ലേന്. അന്ന് ഞാൻ സ്പൂണ് കയ്യിൽ ഇതെല്ലാം വെക്കുന്നൊരു ചെറിയൊരു ബാസ്ക്കറ്റ് ആക്കിയിട്ട് അങ്ങനെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അന്നും കുറച്ച് പ്രൈസിന് എന്തോ കിട്ടിയതായിരുന്നു. ഇപ്പം എല്ലാം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, ഈ ഒരു പോട്ടിനെല്ലാം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അതാ ഞാൻ ആ ഒരു പോട്ട് എടുത്തിട്ട് അതിലിതാ മണ്ണ് നിറച്ചിട്ട്, ആ ഒരു മണി പ്ലാന്റ് കിട്ടുമ്പം ഒരു ചെറിയൊരു കട്ടില്ലാത്തൊരു പോട്ടിലാണ് കിട്ടില്ല. അപ്പം അതിൽ നിന്ന് അങ്ങനെ അതിൻ്റെ മണ്ണൊക്കെ അങ്ങനെ എടുത്തിട്ട് പതുക്കെ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മണലിങ്ങനെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോട്ട് മിക്സിൽ ഞാൻ ഡേ ടു ഡേന്ന് അന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഇതിൽ ചകിരിച്ചോറും മണ്ണും കൂടെ അങ്ങനെ തോന്നുന്നു കേട്ടോ മിക്സ്, എനിക്കറിയില്ല. എന്തായാലും മണ്ണുണ്ട് ചകിരിച്ചോറും ഉണ്ട്, വേറെ എന്തെങ്കിലും ഉണ്ടാന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം അത് കുറച്ച് പോട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പ്ലാന്റ് വെച്ച്, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനില്ലേ വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു നനവിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കാര്യം ഇതിൽ നമ്മൾ ചകിരിച്ചോറ് കൂട്ടുന്നല്ലേ, അപ്പം അതുകൊണ്ട് അതിൽ കൂടുതലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. ഇങ്ങനെ ഡ്രൈ ആയി പോകില്ല പെട്ടെന്ന്, ഇങ്ങനെ നനവ് ഇങ്ങനെ ഉള്ള പോലെ തന്നെ ഉണ്ടാവും എപ്പോഴും. അപ്പം എപ്പോഴും വൈകുന്നേരം രാവിലെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോസ് എല്ലാം ഓരോന്നും ഇങ്ങനെ നോക്കുമ്പം അതിൽ ഈ മണി പ്ലാന്റിനെ പറ്റിയിട്ടെല്ലാം പറയുമ്പം അങ്ങനെയെല്ലാം പറയലുണ്ട്, ഈ ചകിരിച്ചോറ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കാൻ പാടില്ല എന്നെല്ലാം. അപ്പം കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്.
നമ്മൾ ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളിപ്പം എനിക്ക് ഈ ചെടീൻ്റെ എൻ്റെ ഉമ്മയാണ് കേട്ടോ എൻ്റെ വീട്ടിലെല്ലാം നോക്കൽ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ നോക്കാനെല്ലാം. പക്ഷേ ഞാനിതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ പോട്ടിൽ മണ്ണിറക്കൽ അതൊന്നും അറിയില്ല. എൻ്റെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കൽ. ഇപ്പം നമ്മൾ അതിനോട് ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കുമ്പോൾ നമ്മൾ യൂട്യൂബിലും പിന്നെ ഗൂഗിളിലും ചെയ്തിട്ട് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ കേട്ടോ എല്ലാവരും പഠിക്കുന്നതെല്ലാം. അതിപ്പം ഈ ഒരു ചെടീൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലാണ്. ഇപ്പം നമ്മൾ കിച്ചണ് ആദ്യം നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്കൊന്നും അറിയില്ല. എത്ര മുളക് പൊടി ഇടേണ്ടി, എത്ര മഞ്ഞൾപ്പൊടി ഇടേണ്ടി ഒന്നും അറിയില്ലല്ലോ. പക്ഷേ നമ്മൾ അത് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഏത് കാര്യമായാലും നമ്മൾ അതിനോട് നമ്മളെ മനസ്സ് അങ്ങനെ പൊരുത്തപ്പെട്ടിട്ട് പോകുമ്പം നമുക്കെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ തന്നെ പഠിച്ചിട്ട് വരുന്നത്. അങ്ങനെ പിന്നെ ഈ ഒരു മണി പ്ലാന്റ് എന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല. ഉമ്മ കൊണ്ടുവന്നതിൻ്റെ നാട്ടിൽ നിന്ന്. അപ്പം അത് ഞാൻ വെള്ളത്തിലിട്ടിട്ടാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തൊരു പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ട് ആ ഒരു പോട്ടിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഒരു പ്ലാന്റ്സിൻ്റെ സ്റ്റാൻഡില്ലേ അതുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിമലാട്ടോ വെച്ചിട്ടുള്ളത്. അതിപ്പം ഞാൻ കർട്ടനെല്ലാം നീക്കിയിട്ട് ജനവാതിലിൻ്റെ അവിടെ തന്നെ അങ്ങനെ വെച്ചതാണ്. കുറച്ച് വെളിച്ചെല്ലാം കിട്ടണം, കുറച്ച് സൂര്യപ്രകാശമെല്ലാം കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ തന്നെ അങ്ങനെ വെച്ചതാണ്. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ വലിയ പോട്ടില്ലേ, ഇത് എൻ്റെ അടുത്ത് മുന്നേ ഉള്ളതായിരുന്നു കേട്ടോ. അപ്പം ഇതിലിപ്പോൾ ഞാൻ തൽക്കാലത്തിന് 2 ഫ്ലവർ വാങ്ങിച്ചില്ല, അത് വെക്കുന്നുണ്ട്. അതിൻ്റെ ടാഗെല്ലാം കട്ട് ചെയ്തിട്ട് ഇതിനെല്ലാം കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞില്ല അതെനിക്കൊരു ആവശ്യത്തിനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത് ഞാൻ ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ കാണിക്കാം. ഇപ്പം ഞാനിങ്ങനെ ആക്കിയിട്ട് നമ്മളെ ബെഡ്റൂമിൽ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ ഇതാ പോട്ടിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഒരു വൈറ്റ് ഫ്ലവർ വെച്ചില്ലേനോ, ആ ഒരു പോട്ട് ഈ റെഡ് കളറ് ഫ്ലവർ വെച്ചതായിരുന്നു കേട്ടോ. ഇത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതിൻ്റെ കമ്പ് വലുതല്ലേ, ഇപ്പോൾ ഞാൻ വാങ്ങിച്ചതായിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ പോട്ടിൽ ഇങ്ങനെ നിൽക്കല, തൽക്കാലത്തിന് വെക്കാന്ന്. അപ്പം നിൽക്കല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വലിയ പോട്ട് എടുത്തിട്ട് ആദ്യത്തെ ഫ്ലവർ എടുത്തിട്ട് പൈക്കേന്ന് വാങ്ങിച്ച് ആ ഒരു പോട്ടിലാക്കിയിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഗ്രീൻ കളർ ബാസ്ക്കറ്റ് വാങ്ങിച്ചില്ലേ, അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാനാണ്. ഇപ്പം ചൂടായതുകൊണ്ട് പുറത്ത് വെക്കാൻ പറ്റില്ല ഫ്രൂട്ട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ബ്രെഡ് ബന്ന് ഇതെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഈ ഓവൻ്റെ മേലെ ഇങ്ങനെ വെക്കലാണ്, പാക്കറ്റ് തന്നെ അങ്ങനെ വെക്കലാണ്. അപ്പോൾ അതൊരു ബാസ്ക്കറ്റിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല കാണുമെന്ന് വിചാരിച്ചിട്ട് ഓവൻ്റെ മുകളിൽ തന്നെ ബാസ്ക്കറ്റിലിട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചട്ടകം പോലത്തെ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. 6 ദിർഹമാണ് ഇതിന് വരുന്നത്. എന്തായാലും നിങ്ങൾ വാങ്ങിച്ചോളി, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ, 12 ദിർഹമാണ് വരുന്നത്. അത് വാങ്ങണ്ട, പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ 12 ദിർഹത്തിന് നമുക്ക് ഇങ്ങനത്തെ 2 വാങ്ങിക്കാലോ. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വാങ്ങാം. 2 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ബില്ലാക്കുമ്പോൾ 1 പോയി, ഇടയിൽ കൊഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ തവിയെല്ലാം ഞാൻ ഇട്ട് വെച്ച് മരത്തിൻ്റെതും അതുപോലത്തെ ചിരട്ടിൻ്റെ കയ്യിലില്ലേ അതെല്ലാം ഇട്ട് വെച്ചിന് ഈ ഒരു മരത്തിൻ്റെ ഇതേപോലത്തെ പോട്ടിലേന് കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പം ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കുമ്പോൾ അതിലിങ്ങനെ ടൈറ്റായിട്ട് നിന്നിനത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റീലിൻ്റെ ഐക്കേന്ന് വാങ്ങിച്ചതാണ്. അതിന് 7 ദിർഹമാണ് കേട്ടോ. അത് 13 ദിർഹത്തിൻ്റെ എല്ലാം ഉണ്ട്. ഞാൻ ചെറുതാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ബ്രഷിൻ്റെത്, ഇതും തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 2 ദിർഹത്തിനാണ്. അപ്പോൾ ഒന്നിന് കേട്ടോ 2 ദിർഹമാണ്. അപ്പോൾ ബ്ലാക്ക് ഞാൻ കിച്ചണിൽ ഇതുപോലെ നമ്മൾ സിങ്കിൽ ഇതുപോലെ ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് വെച്ചാൽ അവിടെ നിന്നോളും, അധികം സ്പേസ് ഒന്നും വേണ്ട. അപ്പോൾ അത് കിച്ചണിൽ വെക്കുക, മറ്റേത് വാഷ്റൂമിലേക്കും. അങ്ങനെ ഈ ടൈൽസ് എല്ലാം മുക്കും മൂലയും എത്താത്ത സ്ഥലമൊക്കെ ഉണ്ടാവില്ല. അപ്പം അതെല്ലാം അതിട്ട് ഒരിതാ നല്ലതാണ്. പിന്നെ ഈ 2 ബൗള്, ഒന്ന് വൈറ്റ് കാണുന്നില്ലേ, അത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഗ്ലാസ് ഒന്നുമല്ല, എന്താണെന്നറിയില്ല, ഗ്ലാസ് ഒന്നുമല്ല. എന്തായാലും അതിന് 4 ദിർഹം കേട്ടോ. അത് ലാസ്റ്റാണ് ഞങ്ങൾ കണ്ടത്, അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ആ ഗ്ലാസിൻ്റെ ഞാൻ പറഞ്ഞില്ലേ 7 ദിർഹമാണ്. പിന്നെ ഇതുപോലത്തെ കണ്ടെയ്നറിൽ ഞാൻ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് വെക്കലാണ്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാലപ്പൊടികളും നമ്മൾ എടുക്കുന്ന ബാക്കി വരുന്നതെല്ലാം റൈസ് കാര്യങ്ങളൊക്കെ ഇതിലിട്ട് വെക്കട്ടോ. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് വെക്കാനാണ്. അപ്പോൾ ഫ്രിഡ്ജും കുറച്ച് വലുതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് വെക്കുക, ചോർമാമ്പഴം, ആപ്പിൾ അതെല്ലാം. അപ്പോൾ പിന്നെ അടച്ച് വെക്കുന്നതൊന്നും കൂടെ നല്ലതാണ് കേട്ടോ. ഞാൻ ആ സ്റ്റീലിൻ്റെ ആ ഒരു പാത്രത്തിലായിരുന്നു വെച്ചിരുന്നത്, അത് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അതിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മാറ്റ് നമ്മൾ വാങ്ങിച്ചില്ല, അതിൽ 2 വാഷ്റൂമിൻ്റെ ഡോറിൻ്റെ അടുത്തായിട്ട് ഇതായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും തന്നെ നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ. പിന്നെ ഇങ്ങനെ വെതുക്കിയിട്ടൊന്നും പോകില്ല, ഇതിങ്ങനെ സ്റ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അടിയിൽ ഇങ്ങനെ റബ്ബറിൻ്റെ ആ ഒരു ഇതുണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്ലോക്കില്ലേ,
വാങ്ങിച്ചിട്ടുള്ളത് വാഷ്റൂമിൽ വെക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ചിരിക്കണ്ട. ദുബായിലൊക്കെ കൂടുതലും അപ്പാർട്ട്മെൻറ്റിൽ വാഷ്റൂമിൽ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ ഈ ഒരു ക്ലോക്ക്. കാര്യം അതും ടൈം കറക്റ്റ് വെക്കൂല, ഒരു 10 മിനിറ്റ് മുന്നേക്ക് വെക്കുള്ളൂ. അപ്പം അതിൽ നോക്കുമ്പം ഒരു കറക്റ്റ് ആവുമല്ലോ. അപ്പം കുട്ടികളായാലും കോളേജിൽ പോകുന്ന കുട്ടികളൊക്കെ ആയാലും അതിൽ നോക്കുമ്പം ടൈം നോക്കിയിട്ടാണ് കേട്ടോ. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ എണീക്കൽ തന്നെ ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. ഞാൻ പോകുന്ന, അതായത് നമ്മളെ കസിൻസിൻ്റെ വീട്ടിലും ഒക്കെ വാഷ്റൂമിൽ ഇതുപോലത്തെ ഒരു ചെറിയ ക്ലോക്ക് വെച്ചിട്ടുണ്ടാവും, ഒരു 10 മിനിറ്റ് മുന്നേക്കായിട്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ആ ടൈം കറക്റ്റ് ആവും. അപ്പോൾ വേഗം വാഷ്റൂമിൽ നിന്ന് വരും ചെയ്യും. നമ്മൾ ആദ്യം നിന്നില്ലേനോ ഫ്ലാറ്റ്, അപ്പം അവിടെ വാഷ്റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ചെറിയ ക്ലോക്ക് മിസ്സായിപ്പോയി. പിന്നെ ഞാൻ മാറിയില്ല, അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം ഇതുപോലത്തെ ഒന്ന് ചെറുത് കണ്ടപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. ഇപ്പോൾ ടൈമിങ് കറക്റ്റ് ഫാദുവിനും അറിയട്ടെ, അതൊരു 10 മിനിറ്റ് മുന്നേക്കാന്ന് അറിയാം, എന്നാലും അറിയാൻ പാടില്ല കേട്ടോ. പക്ഷേ ഫാദുവിനും അറിയാം, കപ്പൽ തന്നെ എന്ന് പറഞ്ഞ പോലെ എല്ലാം അറിയട്ടാ. എന്നാലും ഞാൻ ഫാദുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 10 മിനിറ്റ് ബാക്കൊന്നും മുന്നേക്കൊന്നും വെച്ചിട്ടില്ല, ഇത് കറക്റ്റ് ടൈമാന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഫാദുവിനെ അറിയാം അത് 10 മിനിറ്റ് മുന്നേക്ക് തന്നെ വെച്ചതെന്നല്ല. പക്ഷെ നല്ല ഉപകാരമുള്ളതാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം ഇതേപോലെ കണ്ടതില്ലേ ഇടയിൽ പോയപ്പോഴാണ്. അപ്പം നമ്മളിങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വാഷ്റൂമിൽ വെച്ചിന് ഇതുപോലെ ക്ലോക്ക് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ടൈമിങ് ഓഫീസിൽ പോകാൻ ഇവിടെ അരമണിക്കൂർ മുന്നല്ലേ എണീക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വേഗം ഇതിൽ നോക്കിയാൽ നമുക്ക് വേഗം വരാമല്ലോ. ചിലർ വാഷ്റൂമിൽ പോയാൽ ചിലർ ഫോൺ കൊണ്ടുപോകും, നല്ലോണം ലേറ്റാവും, അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ പ്രത്യേകിച്ചിട്ട് എങ്ങനെയാണ് ഉറക്കത്ത് നല്ല എണീച്ചാൽ വാഷ്റൂമിൽ പോയിട്ട് കുറേ നേരം ഇരിക്കും. അപ്പോൾ അതിനെല്ലാം ഏറ്റവും നല്ലതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനമെല്ലാം അതിൻ്റെതായ സ്ഥലത്തേക്കെല്ലാം പ്ലേറ്റും ഒക്കെ എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ച് ഇനിയിപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നല്ല സിമ്പിളായിട്ട് അപ്പക്കാരം ഇതൊന്നും ഇല്ലാതെ നല്ല പൊന്തി വരുന്ന അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എഗ് ബീറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ ഇന്ന് കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, ഒരു പൂതിട്ടാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേക്കിനെല്ലാം പൂതിയാവും. അപ്പം വൈകുന്നേരത്തിന് ചായക്ക് അപ്പം ഞാൻ അതന്നെ വാഷാക്കിയിട്ട് എല്ലാം തുടച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ ആ ഒരു ടൈമിൽ പിന്നെ തുടച്ചിട്ടും ഇതാക്കിയിട്ടെല്ലാം നിൽക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ലല്ലോ കേക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഡ്രൈ ആയിട്ടെല്ലാം വന്നിട്ടുണ്ട്. അതിൽ മുട്ടയും തന്നെ ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തണുപ്പ് പാടില്ല മുട്ട. അപ്പം 4 മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം 3 എണ്ണം മതി കേട്ടോ. അപ്പോൾ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൗളും ഈ ഒരു സ്റ്റാൻഡൊക്കെ അല്ലേ ഞാൻ ഇവിടുന്ന് ലുലുന്ന് വാങ്ങിച്ചു തന്നിട്ടാണ്. 35 ദിറംത്തിന് എന്തോ നല്ല ഓഫർ ഉണ്ടായപ്പോൾ ഒരു 3 വർഷം എല്ലാം ആയി തോന്നിട്ടാ വാങ്ങിച്ചത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ 35 തന്നെയാണോ 45 തന്നെയാണോ അങ്ങനെ എന്തോ റേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം അതിൽ ഞാൻ 3 മുട്ട ഇട്ടെടുത്തിട്ട് അതവിടെ ബീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ അങ്ങനെ വെച്ചെടുത്താൽ മതി. അതങ്ങനെ ബീറ്റായിട്ട് വന്നോളൂ, ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കണ്ട. ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഉച്ചക്കൊക്കെ ഫിഷ് കറിയാണ് കേട്ടോ ആക്കിയത്. അപ്പോൾ രാത്രി കൽത്തപ്പാക്കാമെന്ന് വിചാരിച്ചിട്ട് കൽത്തപ്പത്തിൻ്റെ മാവ് അരച്ചതുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തണുപ്പെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൽത്തപ്പം ചുടല. അപ്പോൾ ഉള്ളി എൻ്റെ അടുത്തില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തതിൻ്റെ ശേഷം എന്നിട്ട് ഒരു മാവ് ഒഴിച്ച് കൊടുക്കല, കുറച്ച് കട്ടിയിൽ. കൽത്തപ്പം എല്ലാവർക്കും അറിയുന്നല്ലേ, കാസർഗോഡത്തെ കൽത്തപ്പം. അപ്പം എന്നിട്ടാ നമ്മൾ ഓട്ടടെല്ലാം ചുടുന്നില്ലേ, അതേപോലെ തന്നെ അപ്പോൾ കറി കൂട്ടി മീൻ്റെ കറി കൂട്ടി തിന്നാൻ കൽത്തപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് മീൻ്റെ കറി ഉണ്ടാകുമ്പോഴെല്ലാം കൽത്തപ്പാട്ടാ ഉണ്ടാക്കൽ. അപ്പോഴേക്കും അത് പിന്നെ തിരിച്ചു മറിച്ചെല്ലാം എടുത്തിട്ട് അങ്ങനെ എടുക്കലാം. അപ്പോഴേക്കും മുട്ട നല്ലോണം ബീറ്റായിട്ട് ഇങ്ങനെ വൈറ്റായിട്ട് ഇങ്ങനെ നല്ലോണം പതായിട്ട് പൊന്തി വന്നിട്ടില്ലേ. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഒന്ന് ബീറ്റായിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചായിട്ട് അങ്ങനെ 3 വട്ടമായിട്ട് ചേർത്ത് കൊടുത്താട്ടാ 1/4 കപ്പ് പഞ്ചസാര. പിന്നെ കേക്ക് ടിന്നിതാ ഞാനൊന്ന് കുറച്ച് ഓയിൽ തടവിയിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്നിങ്ങനെ തട്ടിയിട്ട് വെക്കുന്നുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് കേക്ക് ഈ ഒരു ടിന്നിൽ നിന്ന് പോന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ കേക്ക് എയർ ഫെയറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്.
എയർ ഫെയറിൽ ഭയങ്കര ഈസിയാണ് കേട്ടോ കേക്ക്. ഞാൻ 2-3 വട്ടം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, പുഡിങ്ങിനൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ആദ്യം സെറ്റാക്കിയിട്ട് വെക്കണം കേട്ടോ. ഇപ്പം അവിടെ കുറച്ച് മൈദെല്ലാം ആയിട്ടുണ്ടായിന്, അപ്പം അതൊക്കെ ഒന്ന് തുടച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദം നല്ലോണം ബീറ്റായിട്ട് വന്നിട്ടുണ്ട്, ഷുഗറെല്ലാം നല്ലോണം ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ട നല്ല പൊന്തിയിട്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മൈദപ്പൊടി മാത്രം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഏകദം കലത്തപ്പം റെഡി ആയിട്ടുണ്ട്, ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇതാ മറിച്ചിട്ടെടുത്തിട്ട് ഇതേ ചെറിയൊരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കലത്തപ്പം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ, 1 കൊല്ലം മുന്നേ എന്തോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അതിൽ 3/4 കപ്പ് മൈദ എന്നിട്ടാ ചേർത്ത് കൊടുക്കുന്നുള്ളത്. കറക്റ്റ് 3/4 കപ്പ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പം വലിയ 3 കോഴിമുട്ട ആയിരുന്നിട്ടാ. ചെറിയ കോഴിമുട്ട എന്നുണ്ടെങ്കിൽ 4 എടുത്താലായി. അപ്പോൾ വലുതായതുകൊണ്ട് ഞാനിപ്പം 3 എടുത്തിട്ടുള്ളൂ. അപ്പം അതിലേക്ക് 3/4 കപ്പ് കറക്റ്റ് അളവാണ് കേട്ടോ മൈദ. അപ്പോൾ അതാ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതാ ഇതുപോലത്തെ ഒരു വിസ്ക് എടുക്കുക. ഇതും തന്നെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ, അല്ലെങ്കിൽ കേക്ക് നേരെ ആവല. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു വിസ്ക് എടുത്തിട്ട് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത് പതുക്കെ എടുക്കണം, ഒരേ ഭാഗത്തേക്കായിട്ട് ഇതേപോലെ പതുക്കെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊന്തിയിട്ട് വരും കേട്ടോ. നമ്മൾ സ്പീഡിലാക്കി കൊടുക്കരുത്. അപ്പോൾ ആ മൈദ ഫുള്ളായിട്ട് ഞാൻ ആ ഒരു എഗ് വൈറ്റല്ല എഗ്ഗിൻ്റെ ആ ഒരു മിക്സിൽ മുഴുവനായിട്ട് മൈദ ഇതുപോലെ കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതൊന്ന് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. പതുക്കായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം, ഉറക്കെ സ്പീഡിൽ ചെയ്തെടുക്കരുത് കേട്ടോ. കേക്കിൻ്റെത് ഇങ്ങനെ മിക്സ് ആക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ഓർമ്മയായത്, ഒന്ന് പ്രീറ്റ് ആക്കിയിട്ടില്ല എയർ ഫെയറിൽ നിന്ന്. അപ്പോൾ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഒന്ന് പ്രീറ്റ് ആക്കാനും വേണ്ടിയിട്ട് അവിടെ ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ മൈദ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മൈദ ചേർത്തതിന് ശേഷം അതാ കട്ടകളൊക്കെ ഇല്ലാതെ പതുക്കെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെയും പറയാമെന്ന്, പതുക്കെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം, എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ നല്ല ഹൈറ്റിൽ നല്ല പൊന്തിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പിന്നെയും പറയുന്നത്. ഇനി വിസ്ക് ഒഴിവാക്കിയതിൻ്റെ ശേഷം ഞാനിതാ ഇതുപോലത്തെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് അതേപോലത്തെ 2 സെക്കൻഡ് ഇങ്ങനെ ഇതേപോലെ തന്നെ ഒരേ ഭാഗത്തേക്കായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും തന്നെ ഇങ്ങനെ ചെയ്യുന്നത് നല്ല ഇങ്ങനെ പൊന്തിയിട്ട് വരാനാട്ടോ. ചില കേക്കെല്ലാം നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ താന്നിട്ട് പോകില്ലേ, അപ്പം അതില്ലാതിരിക്കാനാണ് ഇതേപോലെ ചെയ്യുന്നത്. ഒരു 2 സെക്കൻഡ് മാത്രം അതുപോലെ മിക്സാക്കി കൊടുത്താൽ മതിട്ടോ. അതിൻ്റെ ശേഷം അതാ മുഴുവൻ ബാറ്ററും ആ ഒരു കേക്ക് ടിൻ നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചില്ലേ അതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കട്ടോ. കാര്യം അതിൽ ബബിൾസ് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ തട്ടി കൊടുക്കട്ടോ. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്. ഇനി എയർ ഫെയറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 25 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. 160 ഡിഗ്രിയിലാണ് കേട്ടോ വെക്കുന്നത്. ചിലവരെ എയർ ഫെയർ ഓരോരോ കണക്കായിരിക്കും. അപ്പോൾ എൻ്റെത് ഇംബെക്സിൻ്റെതാണ്. അപ്പോൾ ഞാൻ അതിൽ അത്ര ഇരട്ട വെക്കുന്നത് കറക്റ്റായിട്ട് തന്നെ ആവുന്നുണ്ട്. കേക്ക് അവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കലത്തപ്പം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 കലത്തപ്പമാണ്. അതിൻ്റെ അടിയിൽ ഞാൻ വന്നിട്ട് തിരിച്ചു മറിച്ച് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മാത്രം അതൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചെല്ലാം പാത്രമെല്ലാം ആയിട്ടുണ്ട്, കേക്കെല്ലാം ആക്കിയതല്ലേ. അപ്പം കുറച്ചെല്ലാം പാത്രമെല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പം അതൊക്കെ ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എല്ലാം എടുത്ത് പിന്നെ ഈ ഒരു സ്റ്റാൻഡില്ലേ അതെല്ലാം ഞാൻ അപ്പക്കപ്പന്നെ ഇങ്ങനെ തുടച്ചിട്ട് വെക്കലാം. പിന്നൊക്കെ വെക്കലില്ല കേട്ടോ. പിന്നൊക്കെ വെച്ചാൽ പിന്നെ ഇങ്ങനെ നാളെ പറഞ്ഞ് പിന്നെ അവിടെ തന്നെ ബാക്കിയാവും. അപ്പം വേഗം അപ്പന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പന്നെ ഞാൻ അതൊരു നനഞ്ഞ തുണിയിട്ട് ക്ലോത്തായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കും. എന്നിട്ട് പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്തായിട്ട് അങ്ങനെ തുടച്ചെടുക്കലാം. പിന്നെ അതിൻ്റെ പ്ലേസിലേക്ക് അങ്ങനെ എല്ലാ സാധനവും ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം വെക്കും. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ കേക്ക്. അപ്പോഴേക്കും 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഓഫായിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇപ്പം ഞാൻ ഓപ്പൺ ആക്കുന്നുള്ളത്. ഇപ്പം ചെറിയ ചൂടെല്ലാം ഉണ്ട്. ഇത് കണ്ട നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അത് വൈകുന്നേരത്തിന് നമുക്ക് ചായൻ്റെ കൂടെ നമുക്ക് കേക്കിനെല്ലാം പൂതിയാവും അല്ലേ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും വേണ്ട കേട്ടോ. മൈദ കോഴിമുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എഗ് ബീറ്ററും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതായിട്ട് നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ്. ഇത് കണ്ട പിന്നെ കേക്ക് ടീനിൻ്റെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.